9 വർഷങ്ങൾക്ക് മുൻപ് ജോലിക്കിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും അബദ്ധത്തിൽ താഴെ വീണ് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട എണ്ണപ്പാറ പെരിയയിലെ സനോജിന്റെ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്ഥലത്തിന്റെ രേഖയുടെ കൈമാറ്റം നടന്നു. 9 വർഷങ്ങൾക്ക് മുൻപ് ജോലിക്കിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണ് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട നാട്ടുകാരുടെ പ്രിയപ്പെട്ട എണ്ണപ്പാറ പേരിയിലെ സനോജിന് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നിർമ്മിക്കുന്ന സ്നേഹഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അപകടമുണ്ടായതു മുതൽ ആവശ്യമായ എല്ലാ സഹായവും നൽകിവരുന്ന നാട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയിലാണ് വീട് നിർമ്മാണം നടക്കുന്നത്. ഇതിനു മുന്നോടിയായി സൌജന്യമായി ലഭിച്ച സ്ഥലത്തിന്റെ രേഖയുടെ കൈമാറ്റം നടന്നു. ത്രിവേണി ക്ലബ് പരിസരത്ത് ഉഷിയുടെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങ് കോടോംപേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു നാടൊന്നാകെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. നമ്മുടെ സമൂഹത്തിനകത്ത് നേരത്തെ രാജമെമ്പർ പറഞ്ഞതുപോലെ ഇന്ന് പലതരത്തിലുള്ള ലാഭേച്ഛയോടെയുള്ള ഇടപെടൽ നടക്കുമ്പോഴും ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ താങ്ങും തണലും ആവശ്യപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി ഒരു സമൂഹമാകെ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് ഏറെ സന്തോഷം. അതും നമ്മുടെ കോടോംപേളൂർ പഞ്ചായത്തിനകത്ത് പേരിയ പോലുള്ളൊരു സ്ഥലം ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അതെല്ലാവരും ഒത്തൊരുമയോടെ കൈകോർത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയൂ. വാർഡ് മെമ്പർ രാജൻ അയ്യങ്കാവ് അധ്യക്ഷത വഹിച്ചു. വീട് നിർമ്മാണ കമ്മിറ്റി രക്ഷാധികാരി യു നാരായണൻ നായർ സ്ഥലത്തിന്റെ രേഖ സനോജിന് കൈമാറി. തറ നിർമ്മാണത്തിനായുള്ള കല്ലിന്റെ പണം മുൻ അധ്യാപകനും പരിഷത്ത് പ്രവർത്തകനുമായ പി കുഞ്ഞിക്കണ്ണൻ കൈമാറി. പഞ്ചായത്ത് അംഗം സജ്ജന ശ്രീകുമാർ, പൊതുപ്രവർത്തകരായ പി വി ജയരാജൻ, ടി വി ബാലകൃഷ്ണൻ അയ്യങ്കാവ്, ശ്രീജൻ പെരിയ, എ വി രവിരാജ്, മധു നിർക്കല എന്നിവർ സംസാരിച്ചു. നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ പി കപിൽകുമാർ സ്വാഗതവും ട്രഷറർ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഭവന നിർമ്മാണത്തിന് സ്നേഹനിധികളായ മുഴുവൻ ആളുകളുടെയും സഹായം നിർമ്മാണ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.